ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന 4ാം ഘട്ട LDC ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മളിന്ന് അനാലിസിസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇന്നലെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എക്സാം ഹാളിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ടെൻഷൻ ഉണ്ടാക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താണ് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയുന്നില്ല, കാരണം ഇന്നലെ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടായിരിക്കും, പ്രൊഫഷണൽ കീ ഒക്കെ കണ്ട് എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്തായിരിക്കും. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു എങ്ങനെ കട്ട് ഓഫ് വരും, എങ്ങനെ അനാലിസിസ് നമുക്ക് ചെയ്ത് നോക്കാം, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഞാനിപ്പോൾ ഉത്തരവും ക്വസ്റ്റ്യനായിട്ട് വായിക്കുന്നില്ല. നമുക്ക് GK ഭാഗം നമുക്കറിയാം ഒരുപാട് അല്ലേ, നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ആ ക്വസ്റ്റ്യൻ, ജോൺ ലോക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എന്താണ് SCRT ആണ്. SCRT ഹൗസ് ലാറ്റിറ്റ്യൂഡ്, പെരി ഹീലിയൻ്റെ ക്വസ്റ്റ്യൻ, അതെല്ലാം എന്താണ് SCRT ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 25+, ഏകദേശം 30 ക്വസ്റ്റ്യനടുത്ത് വരെ എന്താണ് SCRT എന്നുള്ള ഫാക്ടർ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇന്നലെ അങ്ങനെ ചോദിച്ചതിൽ പ്രൊഫഷണൽ കീ വന്ന സമയത്ത് ഒരു ഉത്തരം എന്താണ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കി, ജലഗതാഗതത്തിൻ്റെ. അപ്പോൾ അതെന്തായാലും നമുക്ക് ഫൈനൽ കീ വന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കീയിൽ ഏകദേശം, ഞാൻ പറയുന്ന ഒരു ഏകദേശമാണ്, ഏകദേശം ഒരു 10ഓളം ഡിലീഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 10ഓളം ക്വസ്റ്റ്യൻ വരെ ഡിലീറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് വലിയ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലെങ്കിലും എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ലപോലെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നോക്കുമ്പോൾ GK ഭാഗത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 10ഓളം GK അല്ല, കറണ്ട് അഫേഴ്സ് ഭാഗത്തിൽ നിന്ന് ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസാണ് ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പഴയുള്ള നീരജ് ചോപ്രയുടെ ക്വസ്റ്റ്യനൊക്കെ കയറി ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അന്നും ചോദിച്ചായിരുന്നു കേട്ടോ, ആ സമയത്തും ചോദിച്ചായിരുന്നു. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടായിരുന്നു. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് Aയും Bയും ഓപ്ഷനും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് IT മേഖലയിൽ നിന്ന് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 5-ൽ 3 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ, 5 മാർക്കിൽ. പിന്നെ സയൻസും SCRT ആയിരുന്നു. മൊത്തം 12 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത് കേട്ടോ സയൻസിൽ നിന്ന്. അതും കുറേ എന്താണ് സയൻസ് ഭാഗത്തിൽ നിന്ന് ചോദിച്ചൊക്കെ SCRT ആയിരുന്നു. പിന്നെ നമുക്കിതിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് മലയാളം നോക്കാം. മലയാളത്തിൽ നിന്ന് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ പോലും ഒരു 8 മാർക്ക് അല്ലേ, മിനിമം മിനിമം എന്നാണ് ഞാൻ പറയുന്നത്. മിനിമം ഒരു 8 മാർക്ക് വരെ സ്കോർ ചെയ്യായിരുന്നു. ഇതിൽ ചിലപ്പോൾ തെറ്റിയേക്കാം എന്നും എനിക്ക് തോന്നിയത് പ്രാചീനം അല്ലേ, ചിലപ്പോൾ നമ്മൾ ആധുനികത്തിലേക്ക് പോകാം. ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലായിരുന്നു. പിന്നെ തെറ്റായ പദം കണ്ടെത്താൻ പെട്ടെന്ന് ആദരാഞ്ജലി ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. അങ്ങനെ ആ 2 ക്വസ്റ്റ്യൻ തന്നെയാണ്, ബാക്കിയെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നത് തന്നെയാണ്. അങ്ങനെ മലയാളം വലിയ ടഫായിട്ട് തോന്നിയില്ല. കഴിഞ്ഞ ദിവസത്തെ എക്സാമിനൊക്കെ നല്ലോണം ഉദ്യോഗാർത്ഥികൾ കുഴപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന LD എക്സാമിൻ്റെ എന്ന് വെച്ചാൽ ഇതിന് മുന്നേ നടന്ന 3ാമത്തെ സ്റ്റേജ് നല്ലോണം പാടായിപ്പോയി കേട്ടോ മലയാളമൊക്കെ. ആ കണക്കിൽ നോക്കിയാൽ ഈ മലയാളം നല്ല എളുപ്പമായിരുന്നു, അത്യാവശ്യം എഴുതാം പഠിക്കുന്ന ഒരു കുട്ടിക്ക്. പിന്നെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് കടക്കുമ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ആയാലും ഇഫ് ക്ലോസ് ആയാലും നമുക്ക് അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം നമുക്കൊരു 8 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ സിനോണിമസ് ആയാലും ഇഡിയംസ് ആയാലും ഒന്നും നമ്മളങ്ങനെ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം നമുക്കൊരു 8 മാർക്ക് വരെ, മിനിമം ഒരു 8 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ മാത്സ് ഞാൻ പറയുന്നില്ല. മാത്സ് ഏകദേശം ഒരു 5 മാർക്ക് വരെ, മിനിമം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 5 മാർക്ക് വരെ അതിൽ സ്കോർ ചെയ്യായിരുന്നു. അപ്പോൾ ഈ 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ഈ 30 മാർക്കിൽ നമുക്ക് ഏകദേശം എത്രയാണ്, ഒരു 21 മാർക്ക് അല്ലേ, 8 പിന്നെ ഒരു മാത്സിൻ്റെ 5, അങ്ങനെ നമുക്കൊരു 21 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഉള്ളതാണ് 70 മാർക്കിൻ്റെ കളിയായിരുന്നു GKയും CAയും ITയും സയൻസിലൊക്കെ വന്നത് കേട്ടോ. അതിൽ നമുക്ക് എത്രയാണ്, ഒരു 33 മാർക്കെങ്കിലും എന്ത് ചെയ്യണമായിരുന്നു, സ്കോർ ചെയ്യണമായിരുന്നു. 33 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. നമുക്കറിയാം എക്സാം ഹാളിൽ ഈ എക്സാം നമ്മൾ നടത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. എന്തെന്നറിയാമോ, കട്ട് ഓഫ് കുറച്ച് താന്നിരിക്കും. നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാനുള്ള മെത്തേഡാണ് നമ്മൾ ആദ്യം
പഠിക്കേണ്ടത്. ഒരു എക്സാം ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ള ശരി ഉത്തരം മാത്രം എഴുതി പോരണം. ഓക്കെ, നമ്മളവിടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാൻ പാടില്ല. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, അഥവാ നമുക്ക് ഒരു 5 മാർക്ക് 5 ക്വസ്റ്റ്യൻ 5 മാർക്കല്ല 5 ക്വസ്റ്റ്യൻ മിനിമം എന്ത് ചെയ്യുക, ഒരു കൺഫ്യൂഷനുള്ളത് നമുക്ക് വിട്ടിട്ട് വരാൻ പറ്റാത്തത്, അങ്ങനത്തെ ക്വസ്റ്റ്യന് നമുക്ക് 5 മാർക്ക് 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി നമുക്ക് ബബിൾ ചെയ്യാം. അതിലുപരി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ പെറുക്കി പെറുക്കി എഴുതിയവർക്ക് ഒരു 33+ മാർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു GK ഭാഗത്ത്, അതായത് 70 മാർക്കിൻ്റെ ആ ഭാഗത്ത് അതൊരു വലിയ മാർക്ക് തന്നെയാണ്, നല്ല മാർക്ക് തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ അതിലും കൂടിയ ഒരു ഏകദേശം 33 ഞാൻ പറയുന്നെങ്കിൽ ഏകദേശം ചിലവർക്ക് ഇതിനേക്കാളും നല്ല മാർക്കുണ്ടായിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് എഴുതിയവർക്ക് നല്ല മാർക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ് കേട്ടോ. അപ്പോൾ ഒരു 33+ അതിലും 21 മാർക്ക്, ആ 30 മാർക്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നെ ഏതാണ് മാത്സിലും കൂടെ ഒരു 21 മാർക്ക് വരെ സ്കോർ ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് 21 മാർക്കും പിന്നെ ഇതിലൊരു 33 മാർക്കായ 54 മാർക്ക് വരെ എന്താണ് നമുക്ക് സേഫ് ആയിട്ടിരിക്കാം. ചിലവർക്ക് ഇത്രയും മാർക്ക് കാണുമായിരിക്കും, ഇതിനേക്കാളും മാർക്ക് കാണും, അവർ നെഗറ്റീവ് അടിച്ച് എന്ത് ചെയ്യാം, ഒരുപാട് നെഗറ്റീവിന് ചാൻസ് ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഡിലീഷൻ വരും. അങ്ങനെ ഒരു സംഭവം നമുക്ക് എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻസ് പോയാൽ ഇതൊന്നും ഡിലീറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും പിന്നെ ഇതൊരു LD എക്സാമാണ്. പാലക്കാട് എന്നൊരു വലിയ ജില്ലയാണ്. ആലപ്പുഴയും പാലക്കാടൊക്കെ അത്യാവശ്യം നിയമനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 54 62-നകത്തൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. 52-നും 60-നും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫാണ് എനിക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 54 മാർക്ക് വരെ നമുക്ക് സേഫായിട്ട് വെക്കാമായിരുന്നു. ഓക്കെ, പിന്നെ എന്താണ് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടിയവരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് ഒരു 54 മാർക്ക് വരെ എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു നെഗറ്റീവ് ഇല്ലാതെ. പിന്നെ വരുന്നത് 52 to 60 മാർക്ക് വരെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, എങ്ങനെയായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.